ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സിമ്പിളായിട്ടൊരു മസാല പൊട്ടറ്റോ ആണേ. അതായത് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനായിട്ട് ഞാൻ ഒരു 3 പൊട്ടറ്റോ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമ്മൾ കയ്യിലേക്ക് മസാലക്കൂട്ട് ഉണ്ടാക്കാനായിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെച്ചു. ലോ ഫ്ലെയിമിലിട്ടിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിയും 1/2 ടേബിൾ സ്പൂണ് കുരുമുളകും 1/2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് പെരിഞ്ജീരകം, ഒരു 4 ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പു, ഇതൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളത് 1-1.5 മിനിറ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി നമ്മൾക്ക് അതിലേക്ക് വേണ്ടത് ഒരല്പം ചെറിയ ജീരകം കൂടി ചേർത്ത് ഒന്നുകൂടി ചൂടാക്കിയതിന് ശേഷം നമ്മൾ അതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വെക്കുക. എന്നിട്ട് ഒരുവിധം ഒന്ന് ചൂടാറുന്നതിന് മുന്നേ നമുക്കതൊന്ന് പൊടിച്ചെടുക്കണം. അതിനേക്ക് ഞാൻ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ പൊട്ടറ്റോ ഒന്ന് കട്ട് ചെയ്ത് വരാം. അതിൻ്റെ തോലെല്ലാം കളഞ്ഞിട്ട് ഞാൻ ഇതേപോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അത് അല്പം വലിപ്പത്തിലാണത് കട്ട് ചെയ്യുന്നത്. ഈ വലിപ്പത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. പൊട്ടറ്റോ മുഴുവൻ കട്ട് ചെയ്ത് ഞാനൊരു ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് അതിലേക്ക് ഒരു 6 വെള്ളുള്ളി ചെറുതായി കട്ട് ചെയ്തും ഒരു മീഡിയം സൈസ് സവാള ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ പൊട്ടറ്റോ മസാല ഉണ്ടാക്കാനായിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പിലേക്ക് വെച്ച് ഒരു 1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു 1/4 സ്പൂണ് കടുക്. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലിടുക. കടുക് പൊട്ടുന്ന സമയത്ത് സവാള ചേർത്ത് കൊടുത്തു. ജസ്റ്റ് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് വെള്ളുള്ളി കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ സവാളൻ്റെ കൂടെ വെള്ളുള്ളി എന്തായാലും ചേർത്ത് കൊടുക്കുക. പൊട്ടറ്റോ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഗുണമായിരിക്കും. ഇനി അതിലേക്ക് ഒരു അല്പം ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതായത് നല്ലതുപോലെ നമ്മൾക്കൊന്ന് ചുവക്ക ഫ്രൈ ആവണം ആ സവാളയൊക്കെ, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതേപോലെ ആവണം. ഈ സമയത്ത് ഞാനൊരു തണ്ട് കറിവേപ്പില കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മളൊന്ന് ഫ്ലെയിം കുറയ്ക്കുക. ഇനി അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്തു. ഒരു 1/4 സ്പൂണിലധികം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. എന്നതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറാനായിട്ട് വെക്കുക. എന്നിട്ട് പൊടിച്ച പൊടികൾ നമ്മൾ ചേർത്ത് കൊടുക്കാം. നേരത്തെ ചൂടാക്കിയ മല്ലി, പട്ട, ഗ്രാമ്പ്, കുരുമുളക് എല്ലാം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് പൊട്ടറ്റോ കൂടി ചേർത്ത് നമുക്ക് ശരിക്കും ഒന്ന് മിക്സ് ചെയ്താൽ അടിപൊളി നല്ല ടേസ്റ്റുള്ള ഒരു പൊട്ടറ്റോ മസാലയാണ്. ലഞ്ച് ബോക്സിൽ കൊടുക്കാനൊക്കെ നല്ല രുചിയായിരിക്കും. ഇനി നമ്മൾക്ക് അതിലേക്ക് ഒരു 1.5 സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. മസാല ഒന്നുകൂടി അതിലേക്ക് ചേർന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് പോരാത്ത ഉപ്പ് ഇതേപോലെ കൈകൊണ്ട് വിതറി കൊടുക്കുക. അപ്പോഴാണ് പൊട്ടറ്റോയ്ക്കൊക്കെ ചേർന്ന് പിടിക്കുള്ളൂ. അപ്പോൾ ഒന്നുകൂടി ഞാനിതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിരിക്കട്ടെ. അതിൻ്റെ ആവിയെല്ലാം നല്ലപോലെ കയറിയ മസാലയൊക്കെ ചേർന്ന് പിടിക്കട്ടെ. 2 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ അതേപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി മസാല പൊട്ടറ്റോ നമുക്കിവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട്. കഴിക്കാനൊക്കെ നല്ല രുചിയാണ്. ഇനി അതിലേക്ക് ഒരു അരമുറി ചെറുനാരങ്ങ നീര് ലാസ്റ്റ് നമ്മൾക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മസാല കുത്തലൊക്കെ ഒന്ന് പോയി നല്ല രുചിയുണ്ട്. മസാല കുത്തൽ പോവുക മാത്രമല്ല, ചെറുനാരങ്ങൻ്റെ പുളിൻ്റെ രസവും ഈ മസാലയുടെ എരിവും കൂടി നല്ല രുചിയായിരിക്കും. കുറച്ച് മല്ലിയില കട്ട് ചെയ്ത കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ സൂപ്പർ മസാല പൊട്ടറ്റോ ഇതവിടെ റെഡിയായി. ഇനി ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി അടച്ചു വയ്ക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞാൽ തുറന്ന് ഞാനത് വേറൊരു പാത്രത്തിലേക്ക് പകർത്തി കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചൂട് ചോറിൻ്റെ കൂടെ നമ്മൾക്ക് ഈ ഒരു മസാല പൊട്ടറ്റോയുണ്ട്. പിന്നെ നമുക്കുള്ളത് ഒരു മാന്തൽ തേങ്ങ അരച്ച കറിയാണ്. അപ്പോൾ സൂപ്പറായില്ലേ? വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.